റിപ്പബ്ലിക് ഓഫ് ഉസുപ്പിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇതൊരു രാജ്യമാണോ? യെസ്, സ്വന്തമായിട്ട് ഒരു രാജ്യമാണ് എന്ന് അവകാശപ്പെടുന്ന 0.6 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന നദിയുടെ പുറകിലുള്ള ഒരു അബാൻഡൻഡ് സ്ഥലം. അതായത് അബാൻഡൻഡ് ആയിട്ടുള്ള ചരിത്രം പറയാം. റിപ്പബ്ലിക് ഓഫ് ഉസുപ്പിയോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു ബോർഡ് കാണാം. ബോർഡിൽ നിറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മൊത്തം വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. വില്നിയസ് നദിയാണിത്. ഞാനിപ്പോൾ ഉള്ളത് ലിത്വാനിയ എന്ന രാജ്യത്താണ്. ലിത്വാനിയയുടെ തലസ്ഥാനമായിട്ടുള്ള വില്നിയസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പണ്ട് വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് ജൂതന്മാർ ഏറ്റവും കൂടുതലായിട്ട് താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇവിടെയൊക്കെ ജൂതന്മാർ ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ജൂതന്മാരെ കൊണ്ടുപോയി കൊന്നൊടുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ടായിരുന്ന വീടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അനാഥമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ കടന്ന് ആ ഒരു വേൾഡ് വാർ ടു എല്ലാം കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാമൂഹിക വിരുദ്ധർ എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ഹോംലെസ്, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഈ ഭാഗത്തുള്ള വീടുകളും മറ്റുമൊക്കെ കയ്യേറി. എന്നിട്ട് അവർ ഇവിടെ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ വളരെ അനാഥമായിട്ട് വിജനമായിട്ട് കടന്നിരുന്ന, അതായത് ആരും നോക്കാതെ ആരും ഒന്നും ചെയ്യാതെ കടന്നിരുന്ന ഒരു പ്രദേശം. ആ ഒരു പ്രദേശം അവർ വന്ന് കൈയടക്കി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ആ പ്രദേശമാണ് ഇന്നിപ്പോൾ സ്വന്തമായിട്ട് നിയമം വരെയുള്ള ഒരു രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയത്. ലിത്വാനിയയിൽ വിൽനിയസ് നഗരത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് തന്നെയായിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലമാണിത്. നമുക്കിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. പണ്ട് കാലത്തുള്ള കുറേ ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ കെട്ടിടങ്ങളൊക്കെ പലതും നശിച്ച് നാറാണകല്ലായ കെട്ടിടങ്ങളായിരുന്നു. പിന്നീട് ഇവിടെ വന്ന ആളുകൾ ശരിക്കും ഒരു സാമൂഹിക വിരുദ്ധ കേന്ദ്രമായിരുന്നത് പിന്നീട് അത് പതുക്കെ ആളുകൾ മാറ്റിയെടുത്തു. സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ഒരു സ്വൈര്യവിഹാര കേന്ദ്രമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള നിയമമുണ്ട്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രസിഡൻ്റുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമുക്ക് വരുന്ന വഴിക്ക് ഇവിടെ നമുക്ക് ആ ഒരു വിൽനിയ നദി, ആ ഒരു നദിയിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ താഴെ ഒരു ഊഞ്ഞാൽ കാണാൻ സാധിക്കും. അവിടെ ഒരു ഊഞ്ഞാൽ കാണാം. പിന്നെ അവിടെ നമുക്ക് ഉസുപ്പിയ ദേവത എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉസുപ്പിയുടെ ഒരു ദേവതയുടെ ഒരു പ്രതിമ നമുക്ക് അവിടെ കാണാം. വിൻ്റർ അല്ലാത്ത സമയത്ത് ഈ ഊഞ്ഞാലിൽ പോയിരുന്ന് ആടിയ ആൾക്കാർ ഫോട്ടോ എടുക്കും. അത് ഒരു വിഷാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു പാലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു പാലം. നോക്കി ഇവിടെ കുറേ ഫോട്ടോഗ്രാഫുകൾ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ഭംഗി കൂട്ടാനായിട്ട് വെച്ചിരിക്കുന്ന പരിപാടികളായിരിക്കും. ഇത് ശരിക്കും എന്താ പറയുക, ഇവിടുത്തെ ഒരു കഫേ ആണെന്ന് തോന്നി കാണുന്നത്. നമ്മുടെ ദലൈലാമയില്ലേ, ദലൈലാമ വരെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ ടിബറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയർ ഉണ്ട്. ദലൈലാമയ്ക്ക് ഇവർ ഓണററി സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്, ഈ രാജ്യമില്ലാത്ത രാജ്യം എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ ഇവിടെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അത്യാവശ്യം വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു സ്ഥലമാണിത്. ഏകദേശം 7000-ഓളം ആളുകൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ആ 7000-ഓളം ആളുകളിൽ 1000-ഓളം വരുന്ന ആർട്ടിസ്റ്റുകളുണ്ടെന്നാണ് മറ്റൊരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളുടെ പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളിലും പല സ്ഥലത്തുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്ന് എഴുതി വെക്കുന്ന ആൾക്കാരും അല്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ശരിക്കും ഇതൊക്കെയായിരിക്കും ഈ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ച പരിപാടികൾ. ബാക്കിയൊക്കെ ചിലപ്പോൾ ഇവിടെ വന്ന ആളുകൾ ചെയ്ത പരിപാടി ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ബേസിക്കലി നമുക്ക്, അതായത് എന്താ പറയുക, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ, അവർക്ക് അവിടെ സ്വന്തമായിട്ട് പ്രസിഡൻ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ 16 പേരടങ്ങുന്ന ഒരു മിലിറ്ററി ഉണ്ട്. ഇവർക്ക് സ്വന്തമായിട്ട് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഈ രാജ്യം ഇരിക്കുന്ന ലിത്വാനിയയുടെ ഭരണം അല്ല നിയമം എത്രത്തോളം ഇതിനെയൊക്കെ അനുവദിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് അത്രയധികം സ്വാതന്ത്ര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ടല്ലേ അവർക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇവർക്ക് സ്വന്തമായിട്ട് ഫ്ലാഗ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കാണുന്ന വഴികളിലൂടെ ഞാനൊന്ന് നടക്കാൻ തീരുമാനിച്ചു. കാരണം മനസ്സിലാക്കണമല്ലോ എന്താ പരിപാടി എന്നുള്ളത്. ഇവിടെ എല്ലാം ഇത് തന്നെയല്ലേ. ഇവിടെ കുറേ ആർട്ടിസ്റ്റ്
ടൂറിസ്റ്റുകൾ ഇവിടെ ക്യാനബി സ്റ്റോറുണ്ട്, അതേപോലെ തന്നെ കഞ്ചാവും വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടായിരുന്നു. ഇതൊക്കെ ഓപ്പൺ ആണല്ലോ. ഇതൊക്കെ എന്താ സംഭവം? ഇത് സുവനീർ ഷോപ്പുകളാണ്, സുവനീർ ഷോപ്പുകൾ. ഞാൻ ഈ കടയ്ക്കകത്ത് കയറിയേ. അയ്യോ, ആ കടയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്കിനും മറ്റേ ട്രാൻസ് മ്യൂസിക്, കഞ്ചാവിൻ്റെ മണം, പിന്നെ ഒരു പിന്നെ ശിവൻ വരെ ഉണ്ട് അവിടെ കേട്ടോ. എല്ലാ സംഭവങ്ങളുണ്ട്. ശിവനുണ്ട്, പിന്നെ അങ്ങനെയുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുടെ പരിപാടികളും അകത്തുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അതായത് എന്താ പറയുക, ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്നിട്ട് അവരുടെ നാട്ടിൽ ഇവിടുത്തെ നിയമം നമ്മളാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ ധാരാവിയിലെ നിയമം ഞാനാടാ നോക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവ് ഞാനാടാന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് വന്നത്. വളരെ ഇടുങ്ങിയ റോഡുകളും വളരെ ഇടുങ്ങിയ വഴികളും നല്ല വൃത്തിയുള്ള കല്ല് വരിച്ച പാതകളും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പഴയ കെട്ടിടങ്ങൾ, മെയിൻറ്റൈൻഡ് അല്ലാത്ത കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും നമുക്കിവിടെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏപ്രിൽ 1 ഒന്നാലോചിക്ക്, ഏപ്രിൽ ഫുൾ ദിനത്തിലാണ് ഇവർ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് നഗരഹൃദയത്തിലായിട്ട് ഒരു പ്രതിമ കാണാം. ഏഞ്ചൽ ഓഫ് ഉസുപ്പിസ് എന്നാണ് ഈ ഒരു പ്രതിമയ്ക്ക് ഇവർ പറയുന്നത്. അതായത് ഇവരുടെ രാജ്യത്തിൻ്റെ ഏഞ്ചൽ ആണെന്നാണ് ഇവർ പറയുന്നത്. അത് ഇവിടെ നടുക്കിങ്ങനെ അവിടെ ഒരു ചെറിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങ് ദൂരെ ഒരു കട കണ്ടില്ലേ, മറ്റേ കാൻഡബീസിൻ്റെ കട കണ്ടാ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനത്തെ കുറേ കടകളുണ്ട് ഗൈസ്. പഴഞ്ചൻ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് ഇവരുടെ റെസിഡൻഷ്യൽ ഏരിയാസ് ആണോ. നല്ല അടിപൊളി വണ്ടികളൊക്കെ കിടപ്പുണ്ടല്ലോ, പോഷയും അങ്ങനെ പല പല കിടലും വണ്ടികളൊക്കെ കിടപ്പുണ്ട്. സംഭവം ഒരു ലുക്കില്ലെന്നുണ്ടെങ്കിലും കാശുണ്ട് കേട്ടോ എല്ലാവരുടെയിലും. ഇതാണ് ആക്ച്വലി ഇവരുടെ എന്തോ ഓഫീസ്, എന്തോ പരിപാടിയാണ് ഇവിടെ ഇത് ഇവരുടെ രാജ്യത്തിൻ്റെ US എന്നുള്ള ആ ഒരു സംഭവം. ഇവിടെ ഇവരുടെ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റിപ്പബ്ലിക് ഓഫ് ഉസുപ്പിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കിയോ. ഇത് ഭയങ്കര രസമാണ്. അതായത് ഭയങ്കര കോമഡിയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും. ഓക്കെ, ഉസുപ്പിസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ റിവർ എന്നാണ് ശരിക്കും ഇവരുടെ ഒരു അർത്ഥം തോന്നുന്നു. പിന്നെ എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ഡൈ ബട്ട് ദിസ് ഈസ് നോട്ട് എൻ ഒബ്ലിഗേഷൻ. എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു മേക്ക് മിസ്റ്റേക്സ്. എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ബി യുണീക്ക്. Everyone has the right to love. Everyone has the right not to be loved. Everyone has the right to be undistinguished and unknown എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവങ്ങൾ മനസ്സിലായില്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ക്രൈ, ഡു നോട്ട് സറണ്ടർ, ഡു നോട്ട് ഫൈറ്റ് ബാക്ക്, ഡു നോട്ട് ഡിഫീറ്റ്. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയാമോ? അപ്പോൾ ഇതിങ്ങനെ പല ഭാഷകളിലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പല ഭാഷകളിൽ നമുക്ക് സംസ്കൃതവും അതേപോലെ തന്നെ ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ബേസിക്കലി ഇത് രണ്ടും ദേവനാഗരി സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും സംസ്കൃതത്തിലുള്ള, അതായത് ആ ഭരണഘടനയെ അവർ സംസ്കൃതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ ഹിന്ദിയിലും ആ സംഭവം ഇവിടെ കൺവേർട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേ, എന്നാലോചിച്ച് നോക്കിയേ. ഇവിടെ ഇവരുടെ ലിത്വാനിയൻ ഭാഷ എന്ന് പറയുന്നത് വളരെ ഓൾഡസ്റ്റ് ലാംഗ്വേജുകളിലൊന്നാണ്. അതിന് സംസ്കൃതമായിട്ടൊക്കെ എന്തൊക്കെയോ സിമിലാരിറ്റി ഉണ്ടെന്നൊക്കെ പലരും ഇവിടെ പല സമയത്തും പറഞ്ഞൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഇതിലേതാണ് ഇവരുടെ ഫ്ലാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിലൊന്ന് ലിത്വാനിയയുടെ ഫ്ലാഗാണ്, ചിലപ്പോൾ ഇത് ഇവരുടെ ഫ്ലാഗ് വല്ലതും ആയിരിക്കും. അങ്ങനെ കുറേ ഫ്ലാഗൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഹിന്ദിയിലും സംസ്കൃതം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സംസ്കൃതം വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ലൈക്ക് അതിന് വരെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ കുറേ വേറെ ഭാഷകളുണ്ട്, ചൈനീസ്, കൊറിയൻ, പിന്നെ അറബിക്, അങ്ങനെ പല പല ഭാഷകളിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ മൊത്തം ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുക. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. എനിക്ക് ആക്ച്വലി രാവിലെ മുതൽ എന്തോ ഒരു ഗ്യാസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലൈക്ക് വേറൊന്നുമല്ല, എനിക്കിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര പഴയ കെട്ടിടങ്ങൾ, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാട്ടോ. ഭയങ്കര രസമാണ്. എല്ലായിടത്തും ഇങ്ങനെ ഓരോ ആർട്ട് വർക്കുകൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് മറ്റേ ടിബറ്റൻ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ദലൈലാമ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന്. അതായത് ടിബറ്റ് സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കിവിടെ ടിബറ്റൻ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടോ, ടിബറ്റൻ ഫ്ലാഗ്, ടിബറ്റോസ് കേവാസ് എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ചെറിയ ടിബറ്റിൻ്റെ ഫ്ലാഗും വലിയ ടിബറ്റിൻ്റെ ഫ്ലാഗും മറ്റുമൊക്കെയുണ്ട്. അത് അവർ ദലൈലാമയോടുള്ളൊരു റെസ്പെക്റ്റിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ദലൈലാമ ഇവിടെ വന്നിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ നമ്മൾ ഈ ഒരു റിപ്പബ്ലിക്കിൽ നിന്നും പുറത്തിറങ്ങുകയാണ്.
ഇത് നമ്മൾ എക്സിറ്റ് ബോർഡ് ഉണ്ടല്ലേ. ഇവിടെ ഏതോ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ അടിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ഞാൻ പോയില്ല. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിനി ഇവിടുത്തെ ഒരു ബസ്സിൽ കയറിപ്പോകാം. ആ ബസ് ഓടിക്കുന്നത് ഒരു ഇന്ത്യക്കാരനോ ബംഗ്ലാദേശിയോ എന്തോ ആണ് എന്ന് ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കി. ഇവിടുത്തെ ഒരു പള്ളിയാണ്. ഇത് രസമല്ലേ പള്ളി കാണാനായിട്ട്? ഇത് രസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ആ പള്ളി. അതിൻ്റെ മുമ്പിൽ നമുക്ക് ഇതുപോലൊരു ഇത് ശരിക്കും ഇതൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പോർച്ചുഗീസുകാരുടെ ആ ഒരു മതപരിവർത്തനത്തെ പറ്റിയുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഗോവൻ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഇതേ മാതൃകയിലുള്ള സാധനമുണ്ട് ഗോവയിലെ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ. പോർച്ചുഗലിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ആൻസസ്ട്രൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ അവിടെ ആരെയും താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതൊന്നുമല്ല. പക്ഷേ ആ വീഡിയോയുടെ താഴെ ക്രിസ്ത്യാനികളായിട്ടുള്ള കുറേ ആളുകൾക്കത് മനോവിഷമം ഉണ്ടാക്കിയിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. അത് ഞാൻ ആരെയും ഒരു മതത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞതല്ല അവിടെ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഞാൻ പണ്ട് മുതൽ എൻ്റെ ആൻസസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്തത്. അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ പോലും ക്രിസ്ത്യൻ്റെ വേറെ രീതിയിലേക്കൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ള കാര്യമാണ്, ഇല്ലാത്ത കാര്യം ഞാനവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എവിടെയോ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ അത് തപ്പി നടക്കുകയാണ്. ഒന്നല്ല ആക്ച്വലി, ഞാൻ വെറുതെ ഒന്ന് തപ്പിയപ്പോഴത്തേക്കിന് കണ്ട് 10-20 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളാണ് ഈ ഒരു ചെറിയൊരു സ്ഥലത്തല്ല ഇവിടെ തന്നെ കാണിച്ചത്. എവിടെ പോയാലും ഇന്ത്യൻ ഫുഡിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും കാണുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പകുതിയിലധികം ആളുകളും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ്. അതൊന്ന് മനസ്സിലാക്കണം. ഇതെന്തോ ഇത് ഹിന്ദു റെസ്റ്റോറൻറ്റ്സ് ഇവരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ നല്ല ചൂട് ചായ ഓർഡർ ചെയ്തു. ഇത് എങ്ങനെയാണ് ചായ കൊണ്ട് തരുന്നത്? ഇതൊരു പോട്ടിനകത്ത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ലോക്കൽസാണ്, ഇവിടുത്തെ ആളുകളാണ്. ആലോചിച്ച് നോക്കി, അവരാകുമ്പോൾ വന്ന് നല്ല വൈനും വാങ്ങിച്ച്, അതായത് അവരാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ മെയിൻ റവന്യൂ. ഫുഡ് കൊടുത്തിട്ടല്ല, ഇവർ വരുന്നവരെല്ലാം വൈൻ ബോട്ടിലൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലും ഒരു വൈൻ കഴിച്ചിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ. അത് അവരുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. റൈത്തയും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ വലിയ കാര്യമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ. ഞാൻ കഴിക്കട്ടെ. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡും നല്ല ആംബിയൻസും. ഞാൻ ബിരിയാണിയുടെ കൂട്ടത്തിൽ തൊട്ട് വെക്കാനടിച്ച് അച്ചാറുണ്ടോയെന്ന് ചോദിച്ച് അന്നേരം പറഞ്ഞു, സാർ ഇവിടെ ഉള്ള ആൾക്കാരും അച്ചാർ കഴിക്കില്ല സാർ, പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന്. ലൈക്ക് ഇതിപ്പം എന്താ പറയുക, ഞാനിപ്പോൾ കഴിച്ച ഫുഡ്, ഞാൻ ജസ്റ്റ് ചായയും ബിരിയാണിയും മാത്രം കഴിച്ചപ്പോൾ തന്നെ 22 euros ആയി എന്ന് പറയുമ്പോൾ ഏകദേശം 2000 രൂപയില്ലേ. അത് ലൈക്ക് സാധാരണ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൺസിൻ്റെ വൈയിലൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വൺസിൻ്റെ വൈയിലൊക്കെ ആയിരിക്കും പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക. നമ്മൾ ഈ ഗൾഫിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഗൾഫിൽ അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്, അങ്ങനെ ഉള്ളൊരു വളരെ കുറവാണ്. പക്ഷേ എന്നാലും മിക്കവാറും പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ അത്ര അഫോർഡബിൾ അല്ലല്ലോ യൂറോപ്പ് എന്ന് പറയുന്നത്, എക്സ്പെൻസീവ് അല്ലേ. സോ ദിസ് ഈസ് ആക്ച്വലി ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും ഈ ടൂറിസ്റ്റുകൾക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഡിഫറെൻറ്റ് ക്യുസീൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയി ട്രൈ ചെയ്യില്ലേ, അപ്പോൾ അതുപോലുള്ള റെസ്റ്റോറൻറ്റ് എക്സ്പെൻസീവ് ആയിരിക്കില്ല. അങ്ങനെ തന്നെ സെറ്റപ്പ് അതാണ് ഭൂരിഭാഗം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും. അല്ലെങ്കിൽ അത്ര ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാകുമ്പോഴത്തേക്കും വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫുഡ് കിട്ടും. ദുബായ്, പിന്നെ പല രാജ്യങ്ങൾ, ലണ്ടനിൽ പോലും വളരെ അഫോർഡബിൾ ആയിട്ട് ഫുഡ് കിട്ടി തുടങ്ങി. 2 pound ബിരിയാണി വരെ കിട്ടും അവിടെ. ഇത് കൊള്ളാമല്ലേ സാധനം? ഇത് നമ്മുടെ ബോൾട്ടിൻ്റെ വണ്ടി. ഇത് ബോൾട്ട് പോലെ തന്നെയുള്ള വേറെ എന്തോ ഒരു വണ്ടിയാണ് ഇത് കാണുന്നത്. കൊള്ളാമല്ലോ. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് കറങ്ങാമേ. ഇവിടെ ഈ കാണുന്നത് ലിത്വാനിയയുടെ നാഷണൽ ഡ്രാമ തിയേറ്റർ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു പ്രതിമ കാണാൻ സാധിക്കും. 3 കന്യാസ്ത്രീമാരിങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമയാണ്. കണ്ടില്ലേ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന രീതിയിലോ അങ്ങനെ എന്തോ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രതിമയാണ് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കാണുന്നത്. നല്ല വൃത്തിയുള്ള തെരുവുകൾ, നല്ല മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ്, എന്ത് രസമല്ലേ, എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ സമ്മറിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ അടുത്തും ഇവിടെ ഒരു കച്ചറയൊന്നുമില്ല. ഇതിനകത്ത് കച്ചറയില്ലെന്ന് ഞാൻ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ കണ്ട കച്ചറ എന്താണെന്ന് ഞാൻ പറയട്ടെ. വേറെ ഒരു കുന്തവും ഇല്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സിഗരറ്റ് ബഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചില സ്ഥലത്തൊക്കെ സിഗരറ്റ് ബഡ്ഡുകൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ, അതായത് 1000കണക്കിന് സിഗരറ്റ് ബഡ്സൊക്കെ ചില സ്ഥലത്തുണ്ടാവും. അത് വലിയൊരു പ്രശ്നമാണ്. അതായത് ആ ഒരു ബഡ്സ്, അതല്ലാതെ വേറെ ഒരു കച്ചറ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവിടെ നമുക്കൊരു മോണുമെൻറ്റ് കണ്ടോ, ഈ കാണുന്നൊരു മോണുമെൻറ്റ്, ഇത് കണ്ടോ, ഇത് എന്തുകൊണ്ടുണ്ടാക്കിയ മോണുമെൻ്റാന്ന് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് കേട്ടില്ലേ. അതായത് 75,050 സെൻറ്റിൻ്റെ കോയിൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 450 കിലോഗ്രാം ഉണ്ട് ഈ ഒരു പ്രതിമയ്ക്ക്. മോണുമെൻറ്റ് ക്രിയേറ്റഡ് ബൈ ഗെഡിമാൻസ് പിക്യുറാസ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കിയ
ഒരു പ്രതിമയാണ്. അതായത് എത്ര 75,050 സെൻറ്റിൻ്റെ നാണയം ഉരുക്കി ഉണ്ടാക്കിയ ഒരു പ്രതിമ. വാവ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ മാറി. എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ ചുമയുണ്ട്. ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ കഫാണ്. തൊണ്ടയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചുമയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചുമയുടെ മരുന്ന് വാങ്ങിച്ചായിരുന്നു. സ്ട്രെപ്സിൽസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ലൈക്ക് തണുപ്പത്തിങ്ങനെ നടക്കുകയല്ലേ, അപ്പോൾ അത് കാരണം ചുമ അങ്ങോട്ട് കുറയാൻ ഭയങ്കര പാടാണ്. ഞാൻ മാക്സിമം എൻ്റെ കഴുത്തെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ കഴുത്തൊക്കെ ഫുൾ കവേർഡാണ്. പിന്നെ തലയിലകത്ത് ഇത് തൊപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ ഇതിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പാണ്. പെട്ടെന്ന് നമ്മൾ ഓരോ രാജ്യങ്ങളിങ്ങനെ മാറുന്തോറും തണുപ്പ് മാറുന്നതും കാലാവസ്ഥ മാറുന്നു, എന്തൊക്കെ മാറ്റങ്ങളല്ലേ. ഞാനിത് നേരത്തെ കാണിച്ചിരുന്നു. ഇത് വിൽനിയസ് കത്തീഡ്രലാണ്. ഒരു റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രൽ. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു പാലസൊക്കെ വേണം, നമുക്ക് അങ്ങോട്ടേക്ക് പോയപ്പം. ദൂരെ നിന്ന് കാണുന്ന പോലല്ല, ഇറ്റ്സ് വെരി ബിഗ്. നല്ല ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റിലാണ് ഇതുള്ളത്. പിന്നെ അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കുക. ഇത് ശരിക്കും ഇത് വല്ലതറിയാതെ എൻ്റെ പൊന്നേ. ഇതിൻ്റെ ആ ഒരു തൂണിൻ്റെ ഒരു സർക്കംഫറൻസ് എത്രത്തോളം ഉണ്ടാവും നോക്ക്. സോ ബിഗ്. എൻ്റെ ദൈവമേ, ഇത്ര ഉണ്ടായിരുന്നല്ലേ ഇത്. ഇവിടെയൊക്കെ നമുക്ക് ഓരോരോ ആളുകളുടെ പ്രതിമകൾ കാണാൻ സാധിക്കും. മുകളിലൊക്കെ മനോഹരമായിട്ടുള്ള പണികൾ, നിർമ്മിതികൾ, ഒരു ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കൊള്ളാം. ഈ കാണുന്ന ഒരു ബെൽ ടവർ കണ്ടോ? ഇത് ആക്ച്വലി ബെൽ ടവറാണ്. അതിൻ്റെ മേളിലും കയറാം കേട്ടോ. ടിക്കറ്റ് എടുക്കേണ്ടി വരും, പക്ഷെ എന്നാലും കണ്ടില്ല, അതിൻ്റെ മേളിലും കയറാം. കാരണം അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബെൽ ടവർ. അങ്ങനെ മേളിൽ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകണം. ആക്ച്വലി ഇത് ബെൽ ടവർ അല്ല, ക്ലോക്ക് ടവറാണ്. അതിൽ ബെല്ലും ഉണ്ടാവും. ക്ലോക്ക് ടവറാണ് ബേസിക്കലി, ക്ലോക്കുള്ള ബെൽ ടവർ. ഇവരെല്ലാം ഈ കത്തീഡ്രലിനകത്തും പള്ളിക്കകത്തൊക്കെ കയറാനായിട്ട് ടിക്കറ്റ്സ് വെച്ചിരിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതായത് പള്ളിക്കകത്തും അമ്പലത്തിനകത്തൊക്കെ കയറാനായിട്ട് ടിക്കറ്റ് വെച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്രൗഡായി പോകുമായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഗൈഡഡ് ടൂറിന് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാത്ത ടൂർ ഫ്രീ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ദാറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അകത്ത് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. എനിക്കകത്ത് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ എനിക്കകത്ത് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നിറച്ച് ചിത്രങ്ങൾ വെച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ. തടിയുടെ മറ്റേ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല അൽത്താരയൊക്കെ ആണെങ്കിലും വളരെ മനോഹരം. ഇംപ്രസീവായിട്ടുള്ളൊരു പള്ളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് നമ്മുടെ പള്ളിയായിരുന്നു. ഈ പള്ളിയുടെ ഇപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു പാലസാണ്. ഞാൻ അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. പാലസ് ഓഫ് ദ ഗ്രാൻഡ് ഡ്യൂക്സ് ഓഫ് ലിത്വാനിയ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ശരിക്കും പണ്ട് കാലത്ത് ലിത്വാനിയൻ ചക്രവർത്തിമാരുടെ ഒരു പാലസായിരുന്നു. പല ഡ്യൂക്കുമാർ ഭരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ ഒരു റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത ഒരു പാലസാണ്. ഇതൊരു മ്യൂസിയമാണ് ബേസിക്കലി ഇപ്പം. അപ്പോൾ ഈ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കാണുന്ന ആ നാട്ടിലെ യുദ്ധസാമഗ്രികളും പിന്നെ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും പിന്നെ കുറേ ചിത്രങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. മ്യൂസിയം വിസിറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു മോഡേൺ പാലസ് മ്യൂസിയം. അതായത് പഴയൊരു പാലസ് റീകൺസ്ട്രക്ട് ചെയ്ത് കുട്ടപ്പനാക്കിയെടുത്ത് ആ ഒരു മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ പോയിട്ട് എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ മഞ്ഞുരുകി വരുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് പാലസിൻ്റെ ഒരു പഴയ ഭാഗം അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തേക്ക് ഒരു ഗുണമെന്ന് പറയുന്നതുണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെയൊക്കെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? നമുക്ക് ഫ്രീ ആയിട്ട് പോയി താജ്മഹൽ കാണാൻ പറ്റുമോ ഇതേപോലെ പുറത്തു നിന്നെങ്കിലും പോലും? ഇല്ലല്ലോ. അകത്ത് കയറണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആരും അകത്ത് കയറില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ കണ്ടില്ല, ഇവിടെ എല്ലാം നമുക്ക് ഞാൻ പോയ പല സ്ഥലങ്ങളിലും നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് പുറത്ത് വന്ന് കാണുന്നതിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ട. ഇതിൻ്റെയൊക്കെ അകത്ത് കയറണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 1-2 സ്ഥലത്ത് ഈ പഴയ പണ്ടത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം ഇഷ്ടിക വെച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് ഈ ഭാഗത്തുള്ളതെല്ലാം. അപ്പോൾ ഇഷ്ടിക പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു ഭാഗം അത് കാണിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടായിരുന്നൊരു പാലസാണ്, അതവർ റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ? അതാണ് അവസ്ഥ. പക്ഷെ എൻ്റെ അമ്മേ, ആ പാലസിൻ്റെ പുറകിൽ അവിടെ ഒരു ചെറിയൊരു മല. ഈ ലിത്വാനിയക്കാർ ഇതുപോലെയുള്ള ചെറിയ മലയൊക്കെ മൗണ്ടനാണ് കേട്ടോ അവർ പറയുന്നത്. അതിന് മുകളിൽ ഒരു കോട്ട കണ്ടോ? വാവ്. ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ
അടിപൊളിയായിട്ട് സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നടന്ന് കാണാൻ പറ്റും ഓരോ സ്ഥലങ്ങൾ. ശരിക്കും ഈ ഒരു രാജ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ലിത്വാനിയ ഈസ് റിയലി കൂൾ. നല്ല തിരക്കൊന്നുമില്ലാത്ത വളരെ കുഞ്ഞു രാജ്യം. ഞാനിവിടെ ഇതുവരെ ഒരു ഹോംലെസ്സിനെ കണ്ടില്ല കേട്ടോ. ഹോംലെസ്സിനെ കണ്ടില്ല, പിന്നെ ഒരു കച്ചറ ഏരിയ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ലൈക്ക് റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകളോ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പാരിറ്റീവ്ലി ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയുന്നത്, കുറവായിരിക്കും എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇവരുടെ ഓൾഡ് ടൗൺ ഭാഗത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ല, ഇഷ്ടിക വെച്ച് റോഡ് ഉണ്ടാക്കിയുണ്ടോ നോക്കിയേ. നമ്മൾ ഈ ഇൻ്റർലോക്ക് എടുത്തില്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന പോലെ, അതുപോലെ ഇഷ്ടിക വെച്ചിട്ട് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ മേളിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അത്ര സ്മൂത്തുള്ള പരിപാടിയൊന്നുമില്ല. ഞാൻ ടാക്സിയിൽ നേരത്തെ കയറിയ സമയത്ത് ഞാൻ കണ്ടതാണ്. ഇത് പക്ഷേ ഇതെന്താ ഡാമേജ് ആവില്ലായിരിക്കും, അറിയില്ല. ഡാമേജ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടിക വെച്ച് നല്ല അടിപൊളി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. പോലീസിൻ്റെ വണ്ടി വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രസിഡൻറ്റോ അങ്ങനെ ആരോ ആണെന്ന് തോന്നുന്നു. ഉണ്ടോ, ആരോ പോകുന്നുണ്ട് ഇതേ വണ്ടിയിലെ വണ്ടി. ആരോ ഇവിടുത്തെ ഏതോ ഒരു വലിയ VIP എന്തോ ആണ് പോകുന്നത്. കണ്ടോ, അത് തന്നെ. ഈ കാണുന്ന കണ്ടല്ലോ, ഇത് പ്രസിഡൻറ്റിൻ്റെ പാലസാണ്. പ്രസിഡൻറ്റിൻ്റെ പാലസ്. എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ ആയിരിക്കും ഇപ്പം പോയത്. 2-3 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി. അടിപൊളി. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. കുറേ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. സോ ദാറ്റ് വാസ് ദ പ്രസിഡന്റ്, റൈറ്റ്? ഓ, ദിസ് ഈസ് പ്രസിഡൻറ്റ്സ് ഹൗസ്. ഓക്കെ താങ്ക് യു. അത് പ്രസിഡൻ്റായിരുന്നു ഗൈസ്. അയ്യോ, ഞാൻ കണ്ടു പ്രസിഡൻറ്റിൻ്റെ, ലിത്വാനിയ പ്രസിഡൻറ്റിനെ കണ്ടു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പോലീസുകാരനെ ഇങ്ങനെ നോക്കിയായിരുന്നു, ഒന്നും പറഞ്ഞില്ല ഭാഗ്യം. ഞാൻ ആ പുള്ളിക്കാരോട് ഇപ്പം ചോദിച്ച് അത് ആരായിരുന്നു. അപ്പോൾ അവരാ പറഞ്ഞത് പ്രസിഡൻ്റ് ആയിരുന്നു എന്നുള്ളത്. കണ്ടോ, ഇതാണ് പ്രസിഡൻറ്റിൻ്റെ പാലസ്. കണ്ടില്ലേ, എന്തല്ലേ ഈ പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ വലിയ കാര്യമൊന്നും അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ജിമ്മിൽ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ചിലപ്പോൾ ഇവിടുത്തെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിലും പല സംഭവങ്ങളും, ഇല്ലേ? എന്താല്ലേ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ജനാധിപത്യം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പൊളിറ്റീഷ്യൻസിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ പേടിയല്ലേ പല ആൾക്കാർക്കും. പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കുമോ? പുറത്ത് ഭയങ്കര കുറവല്ലേ അങ്ങനെ നടക്കുന്ന ആൾക്കാർ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ വിൽനിയസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ, ടവറുകളൊക്കെ കാണാം. ഞാനിപ്പോൾ നടന്നു പോകുന്നത് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് ആൻഡ് പ്രസിഡൻറ്റിൻ്റെ പാലസ് ഓഫീസ് എല്ലാം കൂടെ ഉള്ള ഇവരുടെ പ്രസിഡൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയില്ലേ രാഷ്ട്രപതിയുടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാൻ നടന്നു പോകുന്നത്. നോക്കൂ, ഇതാണ് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ അകഭാഗം. ഇനി കൂടുതൽ ഇവിടെ ഞാൻ ചുറ്റിപ്പറ്റി നടന്നു കഴിഞ്ഞാൽ ഇവർ ക്യാമറയിൽ വന്ന് നോക്കി എന്നെ പൊക്കി കൊണ്ടുപോകും മിക്കവാറും. അപ്പോൾ ഈ ഓൾഡ് ടൗണിൽ പല കെട്ടിടങ്ങളും ഇവർ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതേപോലെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഓൾഡ് ടൗണിന് കാണിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഇഷ്ടിക കേട്ടോ, ഇഷ്ടികയുടെ പരിപാടിയാണ് മൊത്തം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു തിയോളജി പഠിപ്പിക്കുന്ന തിയോളജിക്കൽ സ്കൂളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വീടുകൾ പോലെ തന്നെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്നു. ഇതൊക്കെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതും ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ആണ് ഇതെല്ലാം. ഇത് കംപ്ലീറ്റ് എനിക്ക് വന്ന് യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെയൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെയാണ്. അതായത് ബേസിക്കലി ശാന്തം, കാം ആൻഡ് ക്വയറ്റ്, വലിയ തിരക്കില്ല, ബഹളമില്ല, ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ സിമ്പിൾ ജീവിത രീതിയാണ് ഈ യൂറോപ്പിലും UK-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ഉള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത്. കാരണം അവരങ്ങനെയാണ് ജീവിച്ചു വന്നത്. ഇവരിങ്ങനെ ജീവിച്ച് വരുന്നതിനിടയ്ക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും സിറിയ, ലെബനൻ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ജോലിക്കും പിന്നെ അഭയാർത്ഥികളായിട്ടും പിന്നെ പൊളിറ്റിക്കൽ അസൈലം തേടി വരുന്ന ആൾക്കാർ, പിന്നെ അങ്ങനെ പല പല രീതിയിൽ ഈ രാജ്യങ്ങളിലേക്ക് വന്നിട്ട് അവരവരുടെ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെയുള്ള പലതരത്തിലുള്ള വംശീയ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. നമ്മൾ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. അതായത് ലണ്ടനിലെ തെരുവുകളിൽ ഇന്ത്യൻ ഫ്ലാഗും പിടിച്ചുകൊണ്ട് പഞ്ചാബി നൃത്തം ഒച്ചത്തി വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കുറേ പഞ്ചാബികളുടെ ഒരു വീഡിയോ. അത് അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ബംഗാളികളെ നമുക്ക് പല ആൾക്കാർക്കും ഇഷ്ടമല്ലല്ലോ. ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ റേസസ് ഉള്ളത് നമ്മൾ ഇന്ത്യയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ. ഇപ്പോൾ എന്താ നടക്കുന്നത്? സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസിനെ തെറി പറയുന്നു. ഹിന്ദിയുടെ പേരിൽ, തമിഴിൻ്റെ പേരിലും മലയാളത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റേസിസം കാണിക്കുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ റേസിസം. ഇന്ത്യയിലുള്ള അത്ര റേസിസം വേറെ ഒരു ലോകത്തും ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ കാണത്തുമില്ല. അപ്പോൾ ഈ ബംഗാളികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ പല സ്ഥലത്തും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും ആ നാട്ടിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ അവരുടെ ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും പല രാജ്യങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മൈഗ്രേഷനും ഈ പറഞ്ഞ പോലെ ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പലായനം എന്നൊക്കെ പറയുന്നത് പണ്ട് കാലം മുതൽ നടന്ന കാര്യങ്ങളാണ്, ഇല്ലേ? അതിനാർക്കും തടയാനും പറ്റത്തില്ല. ഈ ലോകം, ഈ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ അതിർത്തികൾ കെട്ടി തടഞ്ഞിടേണ്ടൊരു കാര്യമല്ല. പക്ഷേ മറ്റൊരു നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും ഒരു വരത്തനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ കാണുന്നത് ഡൊമിനിക്കൻ ചർച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള മറ്റൊരു പള്ളിയാണ്. ഒരു 95% വരുന്ന ഇവിടുത്തെ ജനതയും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. ക്രിസ്ത്യൻ രാജ്യമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല റിച്ച് രാജ്യമാണ്. എന്തോരം പോഷയെന്നറിയാം. ഞാൻ എത്ര സ്ഥലത്ത് കണ്ടെന്നറിയാം പോഷ് കാറുകൾ. ഈ ഫുള്ള് പോഷ പനമേര് അതെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം BMW ഓടി പോഷ, BMW ഓടി പോഷ, ബെൻസ് എല്ലാം ഇത് തന്നെയാണ്. ടെസ്ല കാറൊക്കെ ഇവർ ടാക്സി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ട്. ചൈന പോയപ്പോൾ അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ടെസ്ല കാറുകൾ ടാക്സി ആയിട്ട്. ദൈവമേ, ഈ ടെസ്ല ഇന്ത്യയിൽ കൊണ്ടുവന്ന് എലോൺ മസ്ക് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ, നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര പ്രീമിയം കാറായിട്ട് ആൾക്കാർ കൊണ്ടു നടക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ടെസ്ല വിരോധിയൊന്നുമില്ല, പക്ഷേ ഞാൻ ടെസ്ല കാർ ടെസ്ലയുടെ കാര്യം പറഞ്ഞപ്പോൾ അതേ പോകുന്നു. ടെസ്ല കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഒട്ടും ഒരു കംഫർട്ടബിൾ വണ്ടിയായിട്ട് തോന്നിയിട്ടില്ല. മേ ബി ഓടിക്കാൻ ഫണ്ണായിരിക്കാം, പക്ഷേ യാത്ര ചെയ്യാൻ ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഇത് കംപ്ലീറ്റ് ഓൾഡ് ടൗൺ ആണോ ന്യൂ ടൗൺ ആണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ എല്ലാം ഒരു ഓൾഡ് ഫീലിംഗ് അല്ല. ഡിഫൻഡറൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ റോഡിൻ്റെ സൈഡിൽ. ഡിഫൻഡർ, ആവടി. ഞാനേ ഇവിടുത്തെ ബസ്സിലെല്ലാം ഞാൻ നോക്കുമായിരുന്നു, ഉക്രൈൻ എഴുതിയിരിക്കുന്നത്. അതായത് ഉക്രൈൻ എഴുതിയിരിക്കുന്നത്. എന്താ ഉക്രൈൻ എന്ന് പറഞ്ഞ സ്ഥലം വല്ല ഇവിടെ ഉണ്ടോ? പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എഴുതിയിരിക്കുന്നത് വിൽനെസ് ലവ് ഉക്രൈൻ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് ബസ്സിൻ്റെ ബോർഡിൽ. അതായത് ബസ്സിൻ്റെ സ്ഥലപ്പേരുകൾക്ക് പുറമെ വിൽനെസ് ലവ് ഉക്രൈൻ. അതായത് യൂറോപ്പ് കംപ്ലീറ്റ് ഉക്രൈൻ സപ്പോർട്ടാണല്ലോ. സോ അതാണ് നമുക്കിവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഇതിവിടുത്തെ ഒരു പഴഞ്ചൻ ബസ്സാട്ടോ. നമ്മുടെ നാട്ടിലെ പഴയ BMTC ബസ്സില്ലേ, നമ്മുടെ നാട്ടിലല്ല, ബാംഗ്ലൂരിൽ BMTC ബസ്സില്ല, അതേപോലത്തെ ഇതുകൊണ്ടോ തുരുമ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ, തുരുമ്പിച്ച സീറ്റ്. ഇതെന്തോന്നടേ ഇത്? പുത്തൻ ബസ് കൊണ്ട് കേട്ടോ ഇവിടെ, പക്ഷെ എന്നാലും പഴയ ബസ് ആദ്യമായിട്ടാണ് കാണുന്നത്. സകല ഇമ്പ്രഷനും പൊളിച്ച് കളഞ്ഞല്ലോ അവന്മാര്. അയ്യോ, ഈ ബസ് എന്തായാലും എന്നെ ഞെട്ടിച്ച് കളഞ്ഞേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് മറ്റേ കമ്പിയിൽ കൊളുത്തി ഓടുന്ന ബസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ ഹോട്ടലിൽ ബാഗ് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് ഹോട്ടലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇത് റെയിൽവേ സ്റ്റേഷൻ, അതെൻ്റെ ഹോട്ടൽ, അത് ബസ് സ്റ്റാൻഡ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ 5 മണിക്കാണ് എനിക്കിവിടെ നിന്ന് ലാറ്റ്വിയയിലേക്കുള്ള ബസ്. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ്. അപ്പോൾ സമയം ഇപ്പോൾ 4:45. ഞാൻ ഹോട്ടലിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ചുമയ്ക്കൊരു കുറവില്ല, ഭയങ്കര കുത്തിയുള്ള ചുമയാണ്. മരുന്ന് കുടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇനി ഒരു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു, ചൂടുവെള്ളമൊക്കെ കുടിച്ച്. നമ്മൾ ഈ എയർപോർട്ടിലെ പോലെ തന്നെയാണ്, പല കമ്പനികളുടെ ബസ്സുകളുണ്ട് കണ്ടില്ലേ, അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണോ. നമുക്ക് 5 മണിക്ക് ഫ്ലിക്സ് ബസ് വാർസോയിൽ നിന്ന് വരുന്ന വണ്ടിയാണത്. വാർസോയിൽ നിന്ന് വരുന്ന വണ്ടി 5 മണിക്ക്. അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ട്രെയിൻ കമ്പനികളുണ്ട്, പല ബസ് കമ്പനികളുണ്ട്. ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ പല പ്രൈവറ്റ് ബസ്സുകളും പല ഓഫീസുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് സർക്കാർ അത് ഏകീകരിച്ച്, ഫെയറൊക്കെ ഏകീകരിച്ച് ഇതുപോലെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക, KSRTCയും പ്രൈവറ്റും എല്ലാവരും കൂടെ ഓടത്തണ്ടേ. അതിനെന്താ നഷ്ടം? എന്താ എല്ലാവർക്കും കച്ചവടം കിട്ടൂലേ. ഇൻ്റർസിറ്റി ആൻഡ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചേഴ്സ് എല്ലാം ഇൻ്റർനാഷണൽ അല്ലേ മക്കളെ. എന്തല്ലേ, ഒരു രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്കൊക്കെ ബസ്. ഇതിപ്പോൾ നമുക്ക് 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ ഇവിടെ നിന്ന്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്, ഫ്ലിക്സ് ബസ്. എല്ലാവരും ടിക്കറ്റൊക്കെ പരിശോധിച്ച് പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് വേണം നമുക്ക് ബസ്സിൽ കയറാനായിട്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ വണ്ടിയാണ് ഇന്നലെ നമ്മൾ വന്ന പോലത്തെ. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ഈ വണ്ടിയൊക്കെ, അടിപൊളിയാണ്. ഇത് പോളണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. പോളണ്ടിൽ നിന്ന് റിഗയിലേക്ക് പോകുന്ന വണ്ടിയാണ്. വാർസോ, ഓഗസ്റ്റോ, വിൽനിയസ് വഴി റിഗ. അങ്ങനെ ഞാൻ അകത്ത് കയറി.
ഫ്രണ്ട് സീറ്റിന് വേണ്ടി 5 യൂറോ ആണ് ഞാൻ എക്സ്ട്രാ കൊടുത്തത്. ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് റിഗ വരെ 12 യൂറോ ഉള്ള ടിക്കറ്റ്. പക്ഷേ ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി 5 യൂറോ ഞാൻ എക്സ്ട്രാ കൊടുത്തു. എനിക്ക് ഫ്രണ്ട് ഇരിക്കണം. അപ്പോൾ നമ്മൾ ലാറ്റ്വിയയിൽ കയറി. ലാറ്റ്വിയയിൽ റിഗ എന്ന് പറഞ്ഞവരുടെ സിറ്റിയിലാണ് ഞാൻ പോകുന്നത്. റിഗ എത്രത്തോളം വലിയ സിറ്റിയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വളരെ നല്ല ഡ്രൈവിങ്. അവിടുന്ന് വിട്ടിട്ട് ബസ് ഇതുവരെ അവിടെ നിർത്തിയിട്ടൊന്നുമില്ല. 4 മണിക്കൂറല്ലേ ഉള്ളൂ. ഈ തെണ്ടികളുടെ വണ്ടി ഇതിനകത്ത് സംഭവം കാരണം ഇത് കണ്ടോ നോക്കിയാൽ ബാഗ് ഫുള്ള് ഞാൻ ഈ കവർ ഇട്ടാണ് വെച്ചിരുന്നത്. എന്നിട്ടും ബാഗ് ഫുള്ള് നനഞ്ഞു. ഇവർ അതിനകത്ത് താഴെ വെള്ളമായിരുന്നുകൊണ്ട് എനിക്ക് അവിടെ ആക്ച്വലി അവർ അകത്ത് വെക്കാൻ സമ്മതിച്ചില്ല. താഴെ അവിടെ ആ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് വെള്ളമായിരുന്നു. മഴയല്ലേ മൊത്തത്തിൽ, അകത്ത് വെള്ളം കയറിയിട്ടുണ്ടാവും. ഒരു വെള്ളത്തിൽ കൂടെ ഓടിച്ചിട്ടുണ്ടാവും. എൻ്റെ ബാഗ് ഫുള്ള് ഇവിടെ മൊത്തം നനഞ്ഞ് കണ്ടോ. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായി. ഞാൻ ഈ കവർ ഇട്ടിട്ടാണ് വെച്ചത്, എന്നിട്ടും നനഞ്ഞു. ഞാൻ അമ്മയോട് ആവത് പറഞ്ഞതാ ഞാൻ ബാഗ് അകത്ത് വെക്കാം. അകത്ത് ഇഷ്ടംപോലെ സീറ്റ് കാലി ഉണ്ടായിരുന്നു. ആ തെണ്ടികൾ സമ്മതിച്ചില്ല. എന്നോട് 2 വർത്താനം പറഞ്ഞു ഞാൻ. പിന്നല്ലാതെ ഞാൻ അന്നേരം എൻ്റെ ഒന്നാമത് ഈ ചെറിയ ബാഗ്, അതിനകത്ത് കാര്യമായിട്ട് സാധനമൊന്നുമില്ല. അവന്മാർക്കത് താഴെ തന്നെ ഉണ്ടാക്കണം. കെട്ടിയാണെ കുഴപ്പമില്ല. പക്ഷെ ഇത് നനഞ്ഞില്ലേ, സാരമില്ല പോട്ടെ. ഇത് ചിക്കൻ, എന്താണത്? ചിക്കൻ ചുക്ക, കേരള പൊറോട്ട, നമ്മുടെ ബീഫ് ഫ്രൈ, പിന്നെ ഗ്രേവി. യെസ്. അപ്പോൾ ഇത് ജീരകവെള്ളമാണ് കേട്ടോ, വേറെ നല്ല ജീരകവെള്ളം. അവിടെ ജീരകമുണ്ട് അടിയിൽ, ജീരകവെള്ളം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലാറ്റ്വിയയിലാണ്. ഇത് ഹിലാൽ. ഇവർക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങളിവിടെ പുള്ളീൻ്റെ ഒരു ഫോളോവറാണ്. എനിക്ക് മെയിൽ അയച്ചു. ഇമെയിൽ സാറിന് ഇൻസ്റ്റാഗ്രാമിലാണ് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ പുള്ളി എനിക്ക് ഇമെയിൽ അയച്ചു. അങ്ങനെ മീറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവിടെ കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നല്ലേ, ഒതൻറ്റിക് കേരള സ്റ്റൈൽ. നമ്മൾ ലിസ്ബണിൽ പോർച്ചുഗലിൽ കണ്ട പോലെ തന്നെ ഇവിടെ ലാറ്റ്വിയയിൽ ഒരു കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് പുള്ളി. അപ്പോൾ അവിടെ അവരുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കുന്നു. നമുക്ക് ബാക്കി നാളെ കാണാം. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ. ഇന്നലെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീറ്റ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു കുഞ്ഞു രാജ്യമാണ്. നമ്മൾ ലിത്വാനിയ കണ്ട പോലെ തന്നെ ഒരു കുഞ്ഞു രാജ്യമാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. സിമിലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമ്മൾ കണ്ടില്ല, രാത്രിയല്ലേ വന്നത്. ഇന്നും ആകെ മൊത്തത്തിൽ മൂടിയ കാലാവസ്ഥയാണ്. മൊത്തത്തിൽ ഇവിടെ ഫുൾ മൂടിയ കാലാവസ്ഥയാണ്. ഇനി അങ്ങോട്ട് 2-3 ദിവസം മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരട്ടെ. വാവ്, ഹോട്ടലിന്റെ മുമ്പിലെ കാഴ്ച നോക്കൂ ഗൈസ്. അവിടെ ഒരു നദിയുണ്ട്. ആ നദിയുടെ ഇപ്പുറത്ത് എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവർ കിഴങ്ങ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ലിത്വാനിയൻ ലാറ്റ്വിയൊക്കെ ഇവരുടെ ഫുഡ് എങ്ങനെ വേണമെങ്കിലും ഇവിടെ എന്ത് വാങ്ങിച്ചാലും കിഴങ്ങുണ്ടാവും. ഇത് വെറുതെ കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഞാൻ ഈ ഹോട്ടലിൻ്റെ ഏറ്റവും മേളിൽ കയറി വന്നതാണേ. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു ഒബ്സർവേഷൻ ഡെക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടില്ലേ. പക്ഷേ വിൻ്റർ ആയതുകൊണ്ടായിരിക്കും ലൈക്ക് ഫുൾ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ഞാൻ താഴെ നിന്ന് തന്നെ കാണിക്കാം, അതായിരിക്കും നല്ല ഭംഗി. ഈ കാണുന്നത് ടൗക്വ റിവർ എന്ന് പറഞ്ഞ റിവറാണ്. ഇത് നേരെ ഗൾഫ് ഓഫ് റിഗ, അതായത് ബാൾട്ടിക് സീയിലേക്ക് പോയി ചേരും. കുറച്ചങ്ങോട്ട് ലൈക്ക് കടലിടുക്ക് ഈ ഭാഗത്ത് തന്നെയാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ താഴെ നമ്മൾ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ആണ്. പക്ഷെ റിവർ കംപ്ലീറ്റ് ഫ്രോസൺ അല്ല. മൊത്തം ഒരു ക്ലൗഡി കാലാവസ്ഥയാണ്. ആ റിവറിൻ്റെ മേലിൽ കൂടെ കുറേ പാലങ്ങളുണ്ട്, ട്രാമൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും ഇന്ന് ക്ലൗഡി അല്ലായിരുന്നുണ്ടെങ്കിൽ നല്ല വിഷ്വൽ കിട്ടിയായിരുന്നു നമുക്ക്. ഇത് ആകെ ഒരുമാതിരി കാലാവസ്ഥ. ഒരു വലിയ ഹോട്ടൽ കേട്ടോ നോക്കി. പൊന്നി 8-9 നിലയുണ്ട്. ഫുൾ എല്ലായിടത്തും കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് കൊള്ളാം. ശരിക്കും ഈ ഏരിയ അടിപൊളിയാണ് കേട്ടോ സംഭവം. ആലോചിച്ച് എന്ത് കിടു സെറ്റപ്പല്ലേ. പണ്ടത്തെ സോവിയറ്റ് രാജ്യമാണ്. സോവിയറ്റ് രാജ്യങ്ങളൊക്കെ യൂറോപ്പിൽ എത്രത്തോളം ഡെവലപ്പായി എന്നുള്ളത് കാണും. ഇന്ന് മൊത്തം മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൃത്തിയിട്ട വെതറാണ്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അത്ര മോശം വെതറാണ്. എന്ത് ചെയ്യാനാ എനിക്കറിയില്ല. ഈ മഴയത്ത് ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും എന്നുള്ളത്. സിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്യണമല്ലോ, നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇന്നലെ മീറ്റ് ചെയ്തില്ലേ ഹിലാൽ വരും രാവിലെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മഴയായതുകൊണ്ട് ഇന്ന് ഒരു പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ നാളെ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. സോ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ലാറ്റ്വിയയിലെ കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.